ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാവില്ലേ ഇപ്പോൾ ഇത് നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ പറ്റിയിട്ടുള്ള വാർത്തകളാണ്. യൂട്യൂബ് തുറന്നാലേ കാണുന്നത് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവർക്ക് 5 മക്കളുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഭർത്താവ് സൂസൈഡ് ചെയ്തതാണ്. പിന്നെ വളരെ പാവപ്പെട്ടൊരു ഫാമിലി ആട്ടോ, വലിയ സമ്പന്നരൊന്നുമല്ല. മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണെന്നൊക്കെയാണ് നിങ്ങളെപ്പോലെ ഞാനും അറിഞ്ഞിട്ടുള്ള വിവരം. ഇപ്പോൾ ഇവർ വിവാഹം കഴിക്കാൻ പോവുകയാണ്, വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ടാണ് ഇപ്പം വിഷയമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കണമുണ്ട്. പിന്നെ ഇവരൊരു യൂട്യൂബർ ആയതുകൊണ്ട് നമ്മുടെ പുറം ലോകത്ത് അറിഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മളാരും അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല, അത് അവരുടെ ജീവിതമാണ്. അവർക്ക് മുന്നോട്ട് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, ഒരു താങ്ങായും തണലായും ഒരാൾ കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതിലിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല. പിന്നെ ഒന്നാമത് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് പല മോശപ്പെട്ട അനുഭവങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പലരുടെയും സംസാരവും അങ്ങനെ അവർക്കത് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവരുടെ ജീവിതമാണ്, അത് അവരുടെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഒന്ന് കേട്ട് അത് സത്യമാണോ കളവാണോ എന്താണെന്നൊന്നും നമ്മൾക്കറിയില്ല. നമ്മൾ വീഡിയോസ് കാണുന്ന കമൻറ്റുകൾ വായിക്കുന്നത് അത്രയല്ലേ നമ്മൾക്ക് അറിയുള്ളൂ. അവരുടെ ജീവിതം അവരാ ജീവിക്കുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെന്നൊന്നും നമ്മൾക്കറിയില്ലല്ലോ, അത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതിന് കൂടെ നിൽക്കാൻ ഒരാൾ വേണമെന്ന് അവർ കരുതിയിട്ടുണ്ടാകും. പിന്നെ വിവാഹം കഴിക്കാൻ പോണ ആൾക്ക് 26 വയസ്സ്, 27, 26 ഒറ്റ ആയിരിക്കണമെന്നാണ് നമ്മൾ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ നമ്മൾക്ക് ആ 26 വയസ്സായ ആൾക്ക് എന്തായാലും ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളെയാണ് വിവാഹം കഴിക്കാൻ പോണത്, അത് പാടുണ്ടോ ഇല്ലേ, അത് എനിക്ക് ദോഷം ചെയ്യുന്നതൊക്കെ ചിന്തിച്ചിട്ടാവുമല്ലോ അവരും സമ്മതിച്ചിട്ടുണ്ടാവുക. അപ്പം അത് അവരുടെ ജീവിതമാണ്, അതിൽ നമ്മൾ കയറി വല്ലാതെ ഇങ്ങനെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ഇടപെട്ടിട്ട് ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ച് നമ്മൾക്കൊന്നും നേടാനില്ല. നമ്മൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് സത്യമാണോ കളവാണോ എന്ന് അറിയാതെ നമ്മളിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ വിമർശിച്ച് വീഡിയോസ് ചെയ്യണോ, കമൻസ് ഇടണോ, അതുകൊണ്ടൊക്കെ നമ്മൾക്ക് എന്താ പ്രയോജനമുള്ളത്? നമ്മൾ വീഡിയോ ഇപ്പോൾ ഈ ഷാജിനെ പറ്റിയിട്ട് അങ്ങനെ വീഡിയോ പലരും ചെയ്തിട്ടുണ്ട്. അപ്പം അവരവിടെ നാറി വളർന്നു വരുന്ന മക്കളുടെ ഭാവി കൂടിയാണ് നമ്മളായിട്ട് ഇല്ലാതാക്കുന്നത്. ആ മക്കൾ ഇപ്പോൾ ഒന്നും അറിയില്ലല്ലോ, അവരെന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ജീവിതം കൂടി വെറുതെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കറിയാം അവരെങ്ങനെ ജീവിക്കേണ്ടതെന്ന്. ഇത്രയും കാലം അവർ ജീവിച്ച് ഈ നിലയിലെത്തിയില്ലേ. ഇന്നിപ്പോൾ ഒരു അത്യാവശ്യം ആൾക്കാർ അറിയണ ഒരു യൂട്യൂബർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ ഒറ്റ ഒരാളുടെ കഴിവല്ലേ. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോസ് ചെയ്യാനും അതൊന്ന് ചാനലൊന്ന് മോണിറ്റൈസായി കിട്ടാനൊക്കെ അത്യാവശ്യം ഗതി കിട്ടിയിട്ടുണ്ടാവും. അപ്പം മുന്നോട്ടുള്ള ജീവിതവും ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയാം. അപ്പം നമ്മളിങ്ങനെ കുറേ ആൾക്കാർ അവളങ്ങനെയാണ് അവളിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അവർ ന്യായീകരിച്ച് പറയല്ല കേട്ടോ, എനിക്ക് അവരെ അറിയുക കൂടിയില്ല. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാന്ന് തോന്നുന്നത് കണ്ടിട്ടോ, വീടും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരൊന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ ഒരു വിവാഹം. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ കേട്ടോ. അവർ വിവാഹം കഴിക്കുന്നതും കഴിക്കാത്തൊക്കെ അവരുടെ ഇഷ്ടമാണ്, അതിലൊന്നും നമ്മൾ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. ഒരാളെല്ലാവരും കൂടി കുറ്റപ്പെടുത്തുമ്പം ആളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെന്ന് കൂടി ആലോചിക്കണം എന്ന് ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് വരെ അറിയുന്ന ആളൊന്നുമല്ല. ഞാൻ ഇത്രയും വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇത് ഇനി കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അഭിപ്രായം മാത്രം, എൻ്റെ മനസ്സിന് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്കത്തിനുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.